ബൈബിളും തൗറാത്തും ഇഞ്ചീലും അടക്കമുള്ള ബൈബിളിന്റെ പഴയതും പുതിയതുമായ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയപ്പെട്ടത് കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നാമത്തിലേക്കുള്ള സൂചനകളടക്കം ആ തൗറാത്തിലും ഇഞ്ചീലിലുമായി വിശാലമായി പരന്നു കിടക്കുന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ചത് ഖുർആനിൽ മാത്രമാണ് ഈ വിശ്വപ്രവാചകനുള്ളതല്ല. ലോകത്തുള്ള സെമിറ്റിക് മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അതിൽ തന്നെ ബൈബിളിന്റെ പഴയ നിയമമായ ആ പഴയ നിയമത്തിൽപ്പെട്ട യെശയ്യാവിന്റെ പുസ്തകത്തിൽ ആ യെശയ്യായിൽ 42-ാം അധ്യായമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, എന്റെ പ്രിയപ്പെട്ടവൻ. റസൂലുള്ളാഹിനെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം എങ്ങനെ അഭിസംബോധന ചെയ്തോ, അറബ് ബൈബിളിലേക്ക് കടക്കുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അൽ മുസ്തഫ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ബൈബിൾ തന്നെ പറയുകയാണ്, ആ കടന്നു വരാൻ പോകുന്നവൻ അവൻ നിലവിളിക്കയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയില്ല, തെരുവിൽ തന്റെ സ്വരം കേൾപ്പിക്കുകയില്ല, നിലവിളിക്കുകയില്ല എന്ന് യെശയ്യാവിന്റെ പുസ്തകം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിനെ കുറിച്ചാണ്, ഈസാ നബിയെ കുറിച്ചാണെന്ന് കാലഘട്ടത്തിൽ നിന്ന് വാദിക്കുമ്പോ നമ്മൾ പഠിക്കണം. അവൻ സ്വരമുയർത്തുകയില്ല, അവൻ നിലവിളിക്കുകയില്ല എന്ന് പറയപ്പെടുന്നത് ബൈബിൾ തന്നെ പറയുമ്പോ അതേ ബൈബിളിന്റെ മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ യേശു എന്ന് പറയുന്ന ദൈവമായും ദൈവപുത്രനായും പ്രവാചകനായും ഒക്കെ അറിയപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മറ്റൊരിടത്ത് ബൈബിൾ പറഞ്ഞത് എന്താണ്? മത്തായിയിൽ നോക്കുമ്പോ 27 മുതൽ 46 വരെയുള്ള ഭാഗം പരിശോധിക്കുമ്പോ നമുക്കതിൽ കാണാം 9-ാം മണി നേരത്തേക്ക് അഥവാ യേശുവിനെ തൂക്കിലേറ്റുന്ന സാഹചര്യം പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ 9-ാം മണി നേരമാകുമ്പോ പ്രഭാതം പൊട്ടിവിളർന്ന് 9-ാം മണി നേരം യേശു നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് യേശു ഉറക്കെ നിലവിളിച്ചു എന്ന് ബൈബിൾ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തിന്, എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തിന് എന്ന് യേശു പ്രവാചകൻ നിലവിളിച്ചതായി ബൈബിള് പറയുമ്പോ ആ പറയപ്പെട്ട വരികൾ അയാൾ നിലവിളിക്കയില്ല, സ്വരമുയർത്തുകയില്ല എന്ന് പറഞ്ഞത് പിന്നെ ആരെ കുറിച്ചാണ്? പ്രിയപ്പെട്ടവരെ, ആവർത്തന പുസ്തകത്തിന്റെ 18-ൽ അതിലെ 18-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ, ആ വാചകത്തിലേക്ക് വരുമ്പോ അവിടെയും നമുക്ക് കാണാം പഴയ നിയമത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, യഹോവ പറയുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരിൽ നിന്നും ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇതും യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് ആധുനിക കാലഘട്ടത്തിൽ വാർത്തകളുടെ ആധുനിക കാലഘട്ടത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് പറയപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ഒന്ന് വിലയിരുത്തണം. നിന്നെ പോലൊരു പ്രവാചകനെ അവരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് മൂസാ നബിയോടാണ് പറയുന്നത്. മൂസാ നബിയെ പോലെ പിന്നീട് കടന്നു വന്ന ഒരു നേതാവ് അസ്റഫുൽ ഖൽഖ് അല്ലാതെ വേറെ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം മാതാവിലൂടെയും പിതാവിലൂടെയും ജനിച്ചവരാണ്. ഈസാ നബി അങ്ങനെയായിരുന്നോ? ഈസാ നബി അങ്ങനെയായിരുന്നോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. അതുപോലെ മൂസാ നബി വിവാഹിതനാണ്. യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാം വിവാഹിതനായിരുന്നു. മൂസാ നബി കുടുംബ ജീവിതം നയിച്ച പ്രവാചകനാണ്. ഈസാ നബി കുടുംബ ജീവിതം നയിച്ചിട്ടുണ്ടോ? ഒരു ഭർത്താവായിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് പലായനം നടത്തിയ വ്യക്തിയാണ്. യേശു പലായനം നടത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായ മരണം വരിച്ചവരാണ്. ഇവിടെ സാദൃശ്യമാകുന്നത് ആരാണ്? യേശു എന്ന് പറയുന്ന പ്രവാചകനാണോ? അതല്ല, മക്കയുടെ അറേബ്യയുടെ മണ്ണിൽ ഉദയം ചെയ്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് സ്വാഭാവികമായ ജനനത്തിന്റെ ഉടമയാണ്. വിവാഹ ജീവിതം നടത്തിയയാളാണ്, ഭർത്താവാണ്, വാപ്പയായയാളാണ്, സ്വാഭാവികമായ മരണം വരിച്ചയാളാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു ഖിബ്തിയെ വധിച്ചതിന്റെ പേരിൽ രാജ്യം വിട്ട് പലായനം നടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വരാജ്യത്തേക്ക് തന്നെ മടങ്ങി വന്ന വ്യക്തിപ്രഭാവമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഇവിടെ ആ മൂസാ നബിയോട് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുമ്പോ ഇത് ഈസാ നബിയെ കുറിച്ചാണ് എന്ന് എങ്ങനെയാണ് നമുക്ക്
നമുക്ക് പറയാൻ കഴിയുക പ്രിയപ്പെട്ടവരെ? ഇതാരെ കുറിച്ചാണ് അല്ലാഹു തആല ഈ പറയുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ ചർച്ച ചെയ്തു വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുമ്പോ അതുപോലെ ക്രൈസ്തവ മതം വിട്ടാൽ, അതുപോലെ ജൂത മതത്തിലേക്ക് എടുത്താൽ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസ് ഇന്ന് ഏറ്റവും വലിയ അക്രമങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്ന ഒരു നാടും ആ നാടിന്റെ മണ്ണും ആ മണ്ണിലെ പള്ളിയും പ്രിയപ്പെട്ടവരെ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ചെന്നാൽ നമുക്ക് കാണാമല്ലോ വിലാപ മതിൽ എന്നറിയപ്പെടുന്ന ഒരു മതിൽ, ഒരു ചുമര്. അതിന്റെ സമീപത്താണ് ഹബീബായ തങ്ങൾ തന്റെ ബുറാഖ് എന്ന വാഹനത്തെ തളച്ചിട്ട ഭാഗമുള്ളത്. അവിടെ ഒരു ചുമരുണ്ട്. അവിടെ ഇന്ന് അതിനെ അറിയപ്പെടുന്നത് വെസ്റ്റേൺ വാൾ എന്ന് പറയപ്പെടുന്ന, അതിനെ ഇന്നറിയപ്പെടുന്നത് വിലാപ മതിൽ എന്നാണ്. ആ വിലാപ മതിലിൽ വന്നു നിന്നുകൊണ്ട് ഇന്നും ജൂത പണ്ഡിതന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവരുടെ തൗറാത്ത് എടുത്ത് മുന്നിൽ വെച്ച് നെറ്റിത്തടം വെച്ചിട്ട് സുജൂദിൽ ഏർപ്പെട്ടിട്ട് സുജൂദിലേക്ക് വീണുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ആ വിലാപം അതിൽ പറയട്ടെ, അവർ പാടുന്നത് അങ്ങനെയാണ്. അവിടെ ഇന്നും പാടുകയാണ്, തങ്ങളെ കുറിച്ച് സിഹാഹുസിത്തയിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ അവിടുത്തെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞത്, അതുപോലെയുള്ള ഗുണവിശേഷണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം പറഞ്ഞ് ഇന്നും ജൂത പണ്ഡിതർ വാഴ്ത്തി പറയുകയാണ്. അവർ വിശ്വസിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ആഗോള ചക്രവർത്തി രചിച്ചത് എന്ന്, അവിടുന്ന് രചിച്ചത് എന്ന് ജൂതന്മാരിന്നും വിശ്വസിക്കുന്ന ഷേർഹസേറീം എന്ന് പറയുന്ന ആ ഷേർഹസേറീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഈ വാചകം എടുത്തു വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സെമിറ്റിക് മതങ്ങളായി അറിയപ്പെട്ട പഴയകാല മതങ്ങൾ മുഴുവനും, പഴയകാല മനുഷ്യർ മുഴുവനും, ലോകം മുഴുവനും ഈ പ്രവാചകനെ പ്രതീക്ഷിക്കുകയാണ്. പ്രവാചകന്റെ നാമം വിളിച്ചു പറയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്ത് വരവറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കുമ്പോ സെമിറ്റിക് മതങ്ങളെ മാത്രമാണോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നാൽ, രാജ്യത്തിലൂടെ നമ്മളൊന്ന് കണ്ടോടിച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മതമാണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം. അതൊരു മതമല്ല, സനാതന ധർമ്മമാണ്. ഏതോ ആകട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചർച്ച അതല്ല. ഹൈന്ദവ മതത്തിൽ ഒരുപാട് വേദങ്ങളെയും ഒരുപാട് വേദഗ്രന്ഥങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദങ്ങളിൽ തന്നെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും തുടങ്ങിയിട്ടുള്ള വേദങ്ങൾ, അതുപോലെ തന്നെ പുരാണങ്ങൾ, ധാരാളം പുരാണങ്ങൾ, ആ പുരാണങ്ങൾ കൂടാതെ ഇതിഹാസങ്ങൾ, ഇങ്ങനെ ധാരാളം നമുക്ക് കാണാനും വായിക്കാനും പരിചയപ്പെടാനും കഴിയുമ്പോ, അവിടെ നിന്നുകൊണ്ട് ഈ പുരാണങ്ങളിലൂടെ, ഈ ഇതിഹാസങ്ങളിലൂടെ, ഈ വേദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഭവിഷ്യൽ പുരാണം നിങ്ങൾക്കറിയുമല്ലോ. പ്രസിദ്ധനായ വ്യാസമഹർഷി ആചാര്യനും അവതാരവുമായി ലോകത്തറിയപ്പെട്ട വ്യാസമഹർഷി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എഴുതി വെച്ചതാണ് ഭവിഷ്യൽ പുരാണം എന്ന് പറയുന്ന കൃതി. ആ ഭവിഷ്യൽ പുരാണത്തിന്റെ പ്രതിസർഗ പർവം നമ്മൾ വായിക്കുമ്പോ അതിന്റെ 3-ാം കാണ്ഡം 3-ാം അധ്യായം 5-ാം ശ്ലോകം നമ്മൾ പരിചയപ്പെടണം. എങ്ങനെയാണ് ഭാവി കാര്യങ്ങളെ പ്രവചിച്ച ആ വ്യാസമഹർഷി എങ്ങനെയാണ് ഈ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ആ 5-ാം വാചകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഏതസ്മിന്നന്തരെ മ്ലേച്ഛാചാര്യണ്യ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദുശക ഉച്ചാലവി സർവഭക്ഷി ഭവിഷ്യതി ജനമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് വരികൾ ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയുമോ? വ്യാസമഹർഷി തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാവി കാര്യങ്ങളുടെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ്യ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഇവിടെ പിറവിയെടുക്കുന്നതാണ്. തന്റെ ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹത്തിന്റെ നിയമനങ്ങൾ മുഴുവനും ആഗോള തലത്തിൽ പുറപ്പെടുവിക്കുക
പ്രഖ്യാപിക്കുന്നതാണ്. ആ സമൂഹത്തിന്റെ ആ കടന്നു വരാൻ പോകുന്ന മഹാമതി എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിശേഷണം പോലും വ്യാസമഹർഷി പറയുകയാണ്. ആ നായകനങ്ങളുള്ള നായകനാണ്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദുശക ഉച്ചാലഭി സർവഭക്ഷി ഭവിഷ്യതി ജനമാ. അദ്ദേഹം പറയുകയാണ്, ലിംഗച്ഛേദി, അവർ മാർക്ക കല്യാണം നടത്തുന്നവരാണ്. സുന്നത്ത് കല്യാണം ലിംഗം ഛേദിക്കുന്നവരാണ്. അതിനെ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് മുറിക്കേണ്ടതുപോലെ മുറിച്ച് സൂക്ഷിക്കുന്നവരാണ്, വൃത്തിയുള്ളവരാണ്. ലിംഗച്ഛേദി ശിഖാഹീന, അവർ കുടുമ ധരിക്കുന്നവരല്ല. ബ്രാഹ്മണന്മാര് ധരിക്കും പോലെ അവർ കുടുമ ധരിക്കുന്നവരല്ല. അതുപോലെ തന്നെ ശ്മശ്രുധാരി, അവർ താടി ധരിക്കുന്നവരാണ്. താടി അവരുടെ മതത്തിൽ, അവരുടെ ആശയത്തിൽ, അവരുടെ നിയമനിർമ്മാണത്തിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയുന്ന ഉച്ചാലബി, ഉച്ചത്തിൽ അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. വലല്ലാലീൻ എന്ന് ഇമാം പറഞ്ഞാൽ ആമീൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമുക്കറിയാം, ഉച്ചത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ ബന്ധപ്പെടുന്നവർ, സർവഭക്ഷി, സർവ്വതും ഭക്ഷിക്കുന്നവർ. അവര് സസ്യത്തെ മാത്രമല്ല ഭക്ഷിക്കുക, മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന, എല്ലാത്തിനെയും ഭക്ഷിക്കാൻ അനുവാദമുള്ള ഒരു സമൂഹമാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് വ്യാസമഹർഷി തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ വിശാലമായി കൊണ്ട് ലോകൈക ഗുരുവായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ് പറയാനുള്ളത്? നമുക്കറിയുമല്ലോ, കൽക്കി എന്ന് പറയുന്ന അവതാരം പ്രസിദ്ധനായ അവതാരമാണ്. ഈ അടുത്ത് കൽക്കിയുടെ ഒരു സിനിമ വരെ ഇറങ്ങി. ഹോളിവുഡിൽ നിന്നോ കൽക്കി എന്ന് പറയുന്ന ഇതിൽ കൽക്കി 3900 എത്രയോ പറഞ്ഞുകൊണ്ട് ഒരു വർഷം ഇട്ടിട്ട് ഒരു സിനിമ തന്നെ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവതാര പുരുഷനായി അറിയപ്പെടുന്ന കൽക്കി പുരാണം ഹൈന്ദവ മതത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ആ കൽക്കി പുരാണം, കൽക്കി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കൽക്കി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കൽക്കി പുരാണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആ യാഥാർത്ഥ്യത്തിനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നത് എവിടെയാണെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ കൽക്കിയെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ, ഒരു ഇസ്ലാമിക പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് വളച്ചൊടിച്ച് പറയുകയാണെന്ന് ഒരാളും പറയണ്ട. അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായ ബംഗാളി ബ്രാഹ്മണനായിരുന്ന വേദപ്രകാശ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം പണ്ഡിറ്റാണ്, അദ്ദേഹം ബ്രാഹ്മണനാണ്, അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. ആ മനുഷ്യൻ തന്റെ കൽക്കി പുരാണം എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ കൽക്കി പുരാണത്തിൽ പറയപ്പെട്ടിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ പ്രത്യേകതകൾ എവിടെയാണ് യോജിക്കുക എന്ന് വേദപ്രകാശ് ഉപാധ്യായ കൃത്യമായി രേഖപ്പെടുത്തുന്നത്, അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങൾ ധാരാളമാണ്. ഇതെന്റെ സമർത്ഥനമല്ല. ആ മനുഷ്യൻ പറയുകയാണ്, അവിടെ കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിനെ കുറിച്ച് പറയുമ്പോ ആ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിൽ പറയപ്പെടുന്ന മുഴുവൻ വിശേഷണങ്ങളും സമ്മേളിക്കുന്നത് ഒരൊറ്റ വ്യക്തിയിലാണ്, അറേബ്യയുടെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. നിങ്ങൾ നോക്കൂ, ആ കൽക്കിയുടെ വിശേഷണങ്ങൾ, ആ കൽക്കിയെ കുറിച്ച് ഒന്നാമതായി പറയുന്നത് വിഷ്ണു പുരാണത്തിലും കൽക്കി പുരാണത്തിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും പറയുമ്പോ സ്വച്ഛന്ത പ്രോപ്സലൻ ഭേദ സപ്തവി കൽക്കി വിഷ്ണു പ്രകാശമായ പ്രഭാതാർക്ക ഇമാസ്തുവ, ഒരു പ്രകാശത്തെ പോലെ, ഒരു അർക്കനെ പോലെ മ്ലേച്ഛദേശം തീണ്ടാത്ത ശാന്തി സുന്ദരമായ ഒരു ദേശത്തിന്റെ ഉദയവുമായി കൽക്കി പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോ കൽക്കിയുടെ വർണ്ണങ്ങൾ, കൽക്കിയുടെ ഓരോ വിശേഷണങ്ങളും എടുത്തു ധരിക്കുന്നതായി നമുക്ക് കാണാം. ആ കൽക്കിയുടെ ജന്മത്തിന് മുമ്പ് പിതാവ് മരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവ് ജനനത്തിനും 1 വർഷം മുമ്പ് മരണപ്പെട്ടത്, ജനിക്കുന്നതിനും 6 മാസം മുമ്പ് മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആ കൽക്കിയുടെ മാതാവ് കൽക്കി ജനിച്ചതിന് ശേഷം മരണപ്പെടും. ആമിന ബീവി റസൂലുള്ളാഹിക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ട ചരിത്രം ഇവിടെ സുപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കൽക്കിയെ കുറിച്ച് പറയുന്നത് കൽക്കിയുടെ പിതാവിന്റെ നാമം വിഷ്ണു ഭഗത എന്നാണ്. വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാൽ വിഷ്ണു യാശി എന്നും വിഷ്ണു ഭഗത എന്നും പറയുന്നുണ്ട്. 2 പേരുകളും പറയുന്നുണ്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വിഷ്ണു യാശി എന്ന് പറഞ്ഞാലും
വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാലും അർത്ഥമൊന്നാണ്. കാരണം വിഷ്ണു എന്ന് പറഞ്ഞാൽ വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ്. വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ് എന്ത് വിഷ്ണു എന്നുള്ളത്. പിന്നെയുള്ളത് ഭഗത് എന്നതാണ്. ഭഗത് എന്നതിന്റെ അർത്ഥം ദാസൻ എന്നാണ്. ഇവിടെ ഏകദൈവത്തിന്റെ ഇസ്ലാമിക നാമം അല്ലാഹു എന്നതാണ്. ഭഗത് അഥവാ ദാസൻ എന്നതിന്റെ അറബി നാമം അബ്ദ് എന്നതാണ്. ദാസൻ ആർക്കും ഡിക്ഷണറി പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ വിഷ്ണു ഭഗത എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വിഷ്ണു യാശി എന്ന് പറയുമ്പോ അതേ പേര് തന്നെയല്ലയോ അഥവാ ദൈവദാസൻ. അറബിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്താൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ പേര് സുമതി എന്നാണ്. കൽക്കി പുരാണത്തിൽ കാണാം. സുമതി എന്നാണ്. സൗമ്യവതി എന്ന ആശയം വരുന്ന ഈ സുമതി സൗമ്യവതി എന്ന ആശയം വരുന്ന ഈ പദം, അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ശാന്തത അല്ലെങ്കിൽ ശാന്തി എന്തൊക്കെയാണ് നമുക്കറിയാം. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മാതാവിന്റെ പേരെന്താണ്? ആമിന എന്നതാണ്. ആമിനയുടെ ഡിക്ഷണറി പരിശോധിച്ചു നോക്ക്. നിർഭയത്വമുള്ളവൾ, ഭയമില്ലാത്തവൾ, ശാന്തതയുള്ളവൾ, സമാധാനമടഞ്ഞവൾ എന്നല്ലയോ ആമിനയുടെ അർത്ഥത്തിനെ ഡിക്ഷണറികൾ പരിചയപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, സുമതി എന്നാണെന്ന് പറയുമ്പോ സംസ്കൃതത്തിൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അറബിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്താൽ ആമിന എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് അവിടെ പറയാൻ കഴിയുക? കൽക്കി അവതരിക്കുക ഒരു മണൽ ദ്വീപിലാണ്. നമുക്കറിയാം മുത്ത് റസൂലിന്റെ പിറവി ഏത് നാട്ടിലാണ്, ഏത് മണലാരണ്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മാധവ മാസത്തിന്റെ ആദ്യ പകുതിയിലാണ് കൽക്കിയുടെ ജനനം എന്ന് നമുക്ക് കാണാം. അതുപോലെ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യ പകുതിയായ 12-നാണ്, ചന്ദ്രമാസമായ റബീഉൽ അവ്വൽ 12-നാണ് ലോകത്തിന്റെ നേതാവ് സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല, അതുപോലെ കൽക്കി പുരാണം നോക്കിയാൽ കാണാം യുദ്ധക്കളത്തിൽ മാലാകമാരാൽ ആ മനുഷ്യൻ സഹായിക്കപ്പെടുന്നതാണ്. ബദറിന്റെ പടയോട്ട മണ്ണ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ആ ബദറിന്റെ വിജയത്തിൽ അവസാനമായിട്ട് മലക്കുകൾ ഇറങ്ങിയത് ഖുർആൻ പോലും ശരിവെച്ച യാഥാർത്ഥ്യമത്രേ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നും വരുന്നാൽ കൽക്കി മലമുകളിൽ വെച്ച് വിദ്യ സ്വീകരിക്കുന്ന ഒരു മഹാനാണ്. അള്ളാന്റെ റസൂലിന് എവിടെ നിന്നാണ് വഹ്യി ലഭ്യമായത്? ആരംഭം കുറിച്ചത് എവിടെ നിന്നാണ്? ഹിറായിൽ വെച്ചാണ്. ഹിറാ ഗുഹയിൽ വെച്ചല്ലയോ പ്രിയപ്പെട്ടവരെ. അതുപോലെ കൽക്കിയെ കുറിച്ച് വീണ്ടും കാണാം. കൽക്കി തന്റെ 4 അനുചരന്മാരുമായി നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രസിദ്ധരായ അനുചരന്മാർ പിൽക്കാലഘട്ടത്ത് ഖുലഫാഉർ റാഷിദുകൾ എന്നറിയപ്പെട്ട 4 ഖലീഫമാരല്ലയോ പ്രിയപ്പെട്ടവരെ. എന്ന് മാത്രമല്ല, കൽക്കിയെ കുറിച്ച് കൽക്കി പുരാണം പറയട്ടെ, സ്വദേശത്തു നിന്നും ഉത്തരദിക്കിന്റെ മലമുകളിലേക്ക് ആ കൽക്കി പാലായനം നടത്തും. കുറെ വർഷങ്ങൾ കഴിയുമ്പോ സ്വന്തം ദേശത്തേക്ക് കൽക്കി തിരിച്ചും യാത്ര നടത്തുമെന്ന് കൽക്കി പുരാണം പറയുമ്പോ വേദപ്രകാശ് ഉപാധ്യായ പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചതും മുഹമ്മദുർ റസൂലുള്ളാഹിയിലാണ്. അവിടെ മക്കയിലുള്ള 10 വർഷം, ആ 10 വർഷക്കാലം കഴിഞ്ഞ് റസൂലുള്ള മദീനയിലോട്ട് പോയി. വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം മക്കത്തേക്ക് തിരിച്ചൊരു വരവ് റസൂലുള്ളാഹിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊന്നും എന്റെ സ്ഥിരീകരണങ്ങളല്ല. വേദപ്രകാശ് ഉപാധ്യായ അദ്ദേഹത്തിന്റെ കൽക്കി പുരാണത്തെ വിശദീകരിക്കുന്നതിൽ വ്യക്തമായും സുവ്യക്തമായും രേഖപ്പെടുത്തിയ രേഖകളാണ്. ഇതൊക്കെയും സമ്മേളിക്കുന്നത്, യോജിക്കുന്നത് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ലോകം അത് ഇന്ത്യ രാജ്യമാകട്ടെ, പാശ്ചാത്യ രാജ്യങ്ങളാകട്ടെ, യൂറോപ്പിന്റെ മണ്ണാകട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികളാകട്ടെ, അവരുടെ കാലഘട്ടങ്ങളാകട്ടെ, സർവരും ഏതൊരു കാലഘട്ടത്തിലും ഇങ്ങനൊരു നായകനെ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ പ്രപഞ്ചം പ്രതീക്ഷിച്ച ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രവാചകർ. പറയാൻ ഒരുപാടുണ്ട്, എല്ലാം പറയാനുള്ള ഒരു വേദിയല്ല, നമുക്കൊരു 2ാം ഭാഗം കൂടിയുണ്ട്. ഇങ്ങനെ ലോകം മുഴുവൻ എന്തിനു പ്രതീക്ഷിച്ചു, എന്തിനു വേണ്ടിയിട്ട് കാത്തിരുന്നു, ലോകം മുഴുവനും എന്തിനിങ്ങനെ മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു, ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തിനിങ്ങനെ മാലോകരുടെ മുന്നിൽ മഹാരഥന്മാർ, മുൻഗാമികൾ, വേദഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്തിനിതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
ചോദിച്ചാൽ ഒരു വിമോചകൻ പിറവിയെടുക്കൽ അനിവാര്യമായിരുന്നു. ഒരു വിമോചകൻ കലിയുഗത്തിന്റെ പാരമ്യതയിലാണ് കൽക്കി ജനിക്കുക എന്ന് പറഞ്ഞാൽ കലിയുഗം ഇനി 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണെന്ന സാങ്കല്പികത പറയണ്ട. കാരണം കലിയുഗത്തിന്റെ പാരമ്യത പഠിക്കുമ്പോ ഉമറിനെ എടുത്ത് മുന്നിൽ വെച്ചാ മതി. ലോക നേതാക്കളിൽ ഒന്നാമനായി നമ്മൾ എണ്ണുന്ന ഉമർ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മകളെ കുഴിയെടുത്തിട്ട് കുഴിക്കകത്തിറക്കി നിർത്തിയിട്ട് കുഴിച്ചു മൂടി. എന്നെ എന്തിനാണ് കൊല്ലുന്നതുപ്പ എന്ന് ചോദിച്ച മകളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ജീവനോടെ ആ കുഞ്ഞ് ശരീരത്തെ കുഴിച്ചു മൂടിയിട്ട് തിരിഞ്ഞു നടന്ന ഉമർ. അങ്ങനെയുള്ള ചില മനുഷ്യന്മാര് പോലും ജീവിച്ചിരുന്ന ഒരു 6-ാം നൂറ്റാണ്ട് കലിയുഗമല്ലാതെ പിന്നെ ഏത് യുഗമാണ് പ്രിയപ്പെട്ടവരെ? സ്വന്തം മകളെ ജീവനോടെ കുഴിയെടുത്തിട്ട് പെൺകുഞ്ഞായതിന്റെ പേരിൽ കുഴിച്ചിടപ്പെട്ട ഒരു കാലഘട്ടം കലിയുഗമല്ലാതെ ആ യുഗത്തിന്റെ നാമമേതാണ് നിങ്ങൾ പറയണം. ഇനി ഇതുപോലൊരു കാലഘട്ടം ഏതാണ്? ഒരു വിമോചകൻ പിറക്കൽ അനിവാര്യമായിരുന്നു. മനുഷ്യകുലത്തിന് കൃത്യമായ സുതാര്യമായ നിയമനിർമ്മാണം ഇവിടെ നടത്തൽ അനിവാര്യമായിരുന്നു. സുതാര്യമായ നിയമനിർമ്മാണം അള്ളാഹുവിന്റെ റസൂലിലൂടെയാണ് ലോകം ദർശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ? അവിടെയാണ് എന്റെ വിഷയം നിങ്ങൾ നോട്ടീസിൽ കണ്ടു കാണും. പ്രപഞ്ചം പ്രതീക്ഷിച്ച പ്രവാചകരും നിയമനിർമ്മിതികളും എന്നതായിരുന്നു. അതിലെ 2-ാം ഭാഗം 1-ാം ഭാഗം ഇവിടെ നിർത്തുകയാണ്. ലോകം മുഴുവനും ഇങ്ങനെ കാത്തിരുന്നെങ്കിൽ എന്തിന് എന്ന ഒറ്റ ചോദ്യമാണ്. ഒരു വിമോചകൻ പിറക്കൽ ആവശ്യമായിരുന്നു. കൃത്യമായും വസ്തുനിഷ്ഠമായും സുതാര്യമായ ഒരു നിയമ നിർമ്മാണ പ്രക്രിയ, ഒരു നിയമ വ്യവസ്ഥിതി ഇവിടെ സംഭവിക്കൽ അനിവാര്യമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ബില്യൺ കണക്കിന് വരുന്ന ഖിയാമം നാൾ വരെ കടന്നു വരാനിരിക്കുന്ന പരകോടി മനുഷ്യരുടെ ജീവിതത്തിന്റെ ഓരോ ഇടനാടിയിലും ഇറങ്ങിച്ചെല്ലാൻ ശേഷിയുള്ള നിയമ വ്യവസ്ഥിതികൾ ഇവിടെ രൂപപ്പെടൽ അനിവാര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ലോകത്തിന്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ അങ്ങ് ആലമുൽ അർവാഹ് മുതൽ മുഹമ്മദുർ റസൂലുള്ള മുന്നറിയിപ്പിന് പാത്രീഭൂതരായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഏതോ ആകട്ടെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമനിർമ്മാണങ്ങളെ കുറിച്ച് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നതിന് ശേഷം അവിടുന്ന് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ അറിവിൽ മാത്രം അധിഷ്ഠിതമല്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ അതിന്റെ ആമുഖമായി മുസ്ലിമീങ്ങളായി നമ്മൾ പഠിക്കേണ്ടുന്നത് ഏതെങ്കിലും ഒരു അറിവിൽ മാത്രം അധിഷ്ഠിതമല്ല. ഏതൊരു നിയമത്തെ എടുത്താലും റസൂലുള്ള ഏതൊരു വിഷയത്തെ അവതരിപ്പിച്ചാലും ഏതൊരു വിഷയം ലോകത്തിന്റെ നേതാവ് പറഞ്ഞാലും ആ പറഞ്ഞത് തിരിച്ചറിവിന്റെ മേഖലയിൽ നിന്നുകൊണ്ടാണ്. തിരിച്ചറിവിലൂടെ അറിവിനെ പഠിപ്പിക്കലാണ് പ്രവാചകന്റെ പ്രമേയമേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്.